സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ, എന്നെ തൊട്ട സന്ദേശം ഒരു പുതിയ എപ്പിസോഡുകൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. ജൂലൈ മാസം 1-ാം തീയതി ഞങ്ങളുടെ വിവാഹ ജീവിതത്തിൽ 26 വർഷങ്ങൾ തികഞ്ഞിരിക്കുന്നു. കർത്താവിൻ്റെ കൃപ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ജൂലൈ 1-ാം തീയതി രാവിലെ തന്നെ സിംഗപ്പൂരിലുള്ള എബനേസർ ഫെലോഷിപ്പിൽ ഒരു സൂം മീറ്റിങ്ങിന് വചനം പറയാൻ സാൻഡിയെ വിളിച്ചിരുന്നു. സാൻഡി ഞാനും ഒന്നിച്ചാണ് ആ ശുശ്രൂഷയിൽ പങ്കെടുത്തത്. ഞങ്ങൾ രണ്ടുപേരും അല്പാൽപ സമയങ്ങൾ സംസാരിച്ചു. വെഡിങ് ആനിവേഴ്സറിയുടെ തുടക്കമായതുകൊണ്ട്, ആ ദിവസമായതുകൊണ്ട് കൂടുതലും ജീവിതാനുഭവങ്ങളാണ് പങ്കുവച്ചത്. സാൻഡി കുറേ കാര്യങ്ങൾ പറഞ്ഞു. ജീവിതത്തിൽ കർത്താവ് നടത്തിയ വിധങ്ങളെക്കുറിച്ച്, ഞങ്ങളുടെ കുടുംബജീവിതത്തെക്കുറിച്ചൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അത് ഞങ്ങൾ പറഞ്ഞ് നിർത്തിയത് എമ്മോസിലേക്ക് യാത്ര ചെയ്ത ആ 2 ശിഷ്യർ, അവർ വാദിച്ചും തർക്കിച്ചുമാണ് നടന്നതെങ്കിലും യേശു കർത്താവ് മറ്റൊരു വേഷത്തിൽ ഒരു സഹയാത്രികനെ പോലെ അവരോടൊപ്പം നടന്നതുകൊണ്ട് ആ യാത്രയിൽ അവരുടെ വാദങ്ങളും തർക്കങ്ങളും വീട്ടിൽ എത്തുന്നിടം വരെ തുടർന്നു. പക്ഷേ അവർ വഴിപിരിഞ്ഞു പോയില്ല. ജീവിതത്തിൽ ഇതാണ് ഞങ്ങളുടെയും സാക്ഷ്യം. കഴിഞ്ഞ 26 വർഷങ്ങൾ കർത്താവ് ഞങ്ങളോട് കൂടെ നടന്നതുകൊണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വാക്കുതർക്കങ്ങളോ ബഹളങ്ങളോ എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. 2 വ്യക്തികൾക്ക് 2 അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാകാമല്ലോ, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കർത്താവ് കൂടെ നടന്നതുകൊണ്ട് അനുഗ്രഹത്തിൻ്റെ ഒരു സാക്ഷ്യം പറവാൻ ഇടയായിത്തീർന്നു. ആ സാക്ഷ്യമെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ഒരു വീഡിയോ, അതായത് എബനേസർ ഫെലോഷിപ്പ്, സിംഗപ്പൂർ എബനേസർ ഫെലോഷിപ്പിൻ്റെ ആ ഒരു മീറ്റിങ്ങിൽ പറഞ്ഞ വീഡിയോ ആസാദിയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കണമെന്നൊക്കെ ഞങ്ങൾക്ക് ആഗ്രഹം തോന്നി. ഞങ്ങളതിനൊരു ഇൻട്രഡക്ഷൻ റെക്കോർഡൊക്കെ ചെയ്തു. പക്ഷേ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഇരുന്നപ്പോഴാണ് മനസ്സിലായത്, ഞങ്ങൾ ആ ഒരു സൂം മീറ്റിങ്ങിൻ്റെ വീഡിയോ ഞങ്ങൾ റെക്കോർഡ് ചെയ്തത് അതിൻ്റെ വീഡിയോ മുഴുവൻ പ്രശ്നമായി തീർന്നു. ഓഡിയോ സ്പീഡ് കൂടിയാണ് റെക്കോർഡായത്. വീഡിയോയുടെ നല്ലൊരു ഭാഗവും റെക്കോർഡായുമില്ല. അതുകൊണ്ട് അല്പം വിഷമത്തോടുകൂടെ ഞങ്ങൾ ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയേണ്ടി വന്നു. ആഗ്രഹമുണ്ടായിരുന്ന ആ അനുഭവങ്ങളൊക്കെ ആസാദിയുടെ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കണം എന്നുള്ളത്. പക്ഷേ അന്ന് അതിന് കഴിഞ്ഞില്ല. എന്നാൽ ഇന്ന് എന്നെ തൊട്ട സന്ദേശമെന്ന ഈ ഒരു ഭാഗത്ത് കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട ഒരു വചന ശുശ്രൂഷ ദൈവമക്കളുമായിട്ട് ആസ് യൂഷ്വൽ പങ്കുവെക്കുന്നതിനോടൊപ്പം എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ ദിവസം ദൈവനോട് സംസാരിച്ച 1-2 കാര്യങ്ങൾ ദൈവമക്കളോട് പങ്കുവെക്കുകയാണ്. ഞാൻ പറഞ്ഞില്ല, 26 വർഷങ്ങൾ ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ കർത്താവ് കൂടിയിരുന്നു. ഈ കഴിഞ്ഞ ആഴ്ച ജീവിതത്തിലെ പിന്നെയും ചില ചോദ്യങ്ങൾ, ചില പ്രതിസന്ധികൾ ഒക്കെയുള്ള ഒരു സന്ദർഭത്തിൽ ഞാൻ എൻ്റെ വീടിൻ്റെ ലിവിങ് റൂമിൽ ഒരു സൈഡിലെ ഭിത്തിയിലായിട്ട്, അതുപോലെ തന്നെ മറ്റൊരു സൈഡിലെ ഒരു ഷോക്കേസ് ഉണ്ട്, അതിനകത്തായിട്ട് എൻ്റെ കുഞ്ഞുങ്ങൾ ക്രമീകരിച്ച് തൂക്കിയിട്ടിരിക്കുന്ന ഞങ്ങളുടെ കുറേ ചിത്രങ്ങളുണ്ട്. പല ഏജിലുള്ള ചിത്രങ്ങളാണ്. എനിക്ക് 10-12 വയസ്സുള്ളപ്പോഴുള്ള ചിത്രമുണ്ട്. സാൻഡിയുടെയും സ്കൂൾ പ്രായത്തിലൊക്കെയുള്ള ചിത്രമുണ്ട്. ഞങ്ങളുടെ വിവാഹത്തിന് മുമ്പും വിവാഹത്തിന് ശേഷവുമുള്ള ഒത്തിരി ചിത്രങ്ങളുണ്ട്. ഞാനങ്ങനെ ചില വിഷമത്തോടു കൂടിയൊക്കെ ചില പ്രാർത്ഥനാ വിഷയങ്ങളുമായിട്ട് എൻ്റെ ലിവിങ് റൂമിൻ്റെ അകത്ത് നിൽക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ കണ്ണുകൾ ആ ചിത്രങ്ങളിലേക്ക് ഒന്ന് ഓടിപ്പോയി. ആ ചിത്രങ്ങൾ കണ്ടപ്പോൾ, അതിലെ ഓരോ കാലഘട്ടത്തിലെ ചിത്രങ്ങൾ കണ്ടപ്പോൾ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഒത്തിരി ഓർമ്മകൾ ഓടിയെത്തി. ആ ഒരു 8-ാം ക്ലാസ്സുകാരൻ ആ ചാമ്പയ്ക്ക മരത്തിൻ്റെ മണ്ടയ്ക്കിരിക്കുന്ന ഫിന്നിയാണ് ദേ ഇവിടെ നിൽക്കുന്ന 51 വയസ്സുകാരൻ എന്ന് എന്നോട് തന്നെ ഓർപ്പിക്കുന്ന ഒരു അനുഭവം. ആ ഫിന്നിയെ, അന്ന് ചാമ്പമരത്തിലിരുന്ന ആ ഫിന്നിയെ ഇന്ന് വരെ ബോംബെ പട്ടണത്തിൽ കർത്താവ് നടത്തിയില്ലേ എന്നൊരു ചോദ്യം. പിന്നെ ഞങ്ങളുടെ വിവാഹ സമയങ്ങളിലെ ആദ്യകാലങ്ങളിലെ കുറേ ചിത്രങ്ങൾ കണ്ടു. ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലെ ചിത്രങ്ങൾ കണ്ടു. ആ ഓരോ ചിത്രങ്ങളും ഓർമ്മപ്പെടുത്തലായിരുന്നു ആ കാലഘട്ടത്തെക്കുറിച്ച്.
അന്നൊക്കെ ദൈവം എത്ര അത്ഭുതകരമായിട്ടാണ് ഞങ്ങളെ നടത്തിയത് എന്ന് ഹൃദയത്തിൻ്റെ അകത്ത് വലിയ ഒരു ചിന്തയുണ്ടായി. അന്ന് 10, 20, 25 വർഷങ്ങൾക്കൊക്കെ മുമ്പ് കർത്താവ് അത്ഭുതകരമായി നടത്തിയെങ്കിൽ ഇന്നും നടത്തുവാൻ വിശ്വസ്തനല്ലേ എന്ന് ആ ചിത്രങ്ങൾ എന്നോട് സംസാരിക്കുന്നത് പോലെ എനിക്ക് തോന്നി. അങ്ങനെ കുറേ ചിത്രങ്ങൾ ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ആ ചിത്രങ്ങൾ പറഞ്ഞ കഥകൾ, ഓർമ്മകൾ, ദൈവിക നടത്തിപ്പുകളുടെ അനുഭവങ്ങൾ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഓടിയെത്തിക്കഴിഞ്ഞപ്പോൾ നഷ്ടപ്പെട്ടു പോയ ഒരു ചൈതന്യം തിരിച്ചു വന്നതുപോലെ, ഒരു വിശ്വാസവും പ്രത്യാശയുമൊക്കെ പിന്നെയും ഒന്ന് എഴുന്നേറ്റ് വന്നതുപോലെ മനസ്സ് പറയുകയാണ്, ഇനിയും കർത്താവ് നടത്താൻ വിശ്വസ്തനാണ്. വേദോസം അങ്ങനെയല്ലേ പറയുന്നത്? തലയിലെ ഒരു മുടി പോലും എണ്ണി അറിയുന്ന കർത്താവ്, അവയിൽ ഒന്നുപോലും അവിടുത്തെ അനുവാദമില്ലാതെ താഴെ വീണു പോകുകയില്ല. അങ്ങനെ കേട്ടപ്പോൾ എൻ്റെ മനസ്സ് എന്നോട് തന്നെ പറഞ്ഞു, നിശ്ചയമായിട്ടും ദൈവം നമ്മുടെ തലയിലെ മുടി പോലും എണ്ണി അറിയുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ അനുഭവങ്ങളിലും കർത്താവിൻ്റെ വലിയ നിയന്ത്രണമുണ്ട്. കർത്താവ് അനുവദിക്കാതെ ഒരു കാര്യവും സംഭവിക്കത്തില്ല. കഴിഞ്ഞ കാലങ്ങളിൽ ചില ജീവിതാനുഭവങ്ങൾ ഞാൻ ഓർത്തെടുത്തു. അന്നൊക്കെ അസാധാരണ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ, അത്ഭുതങ്ങൾ കണ്ടുവെങ്കിൽ ഇന്നും അത് തന്നെയൊക്കെ സംഭവിക്കുമെന്നുള്ള ഒരു ഉറപ്പ് ഹൃദയത്തിനകത്തേക്ക് കയറി. അങ്ങനെ ഞാൻ ആ വചനത്തിൽ ഒന്ന് ബലപ്പെടുമ്പോൾ, ഏത് വചനത്തിൽ? എൻ്റെ തലയിലെ മുടി പോലും കർത്താവ് എണ്ണി അറിഞ്ഞിരിക്കുന്നു, അവിടുന്ന് അറിയാതെ ഒരു ചെറിയ ചലനം പോലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല എന്ന ഉറപ്പ് എൻ്റെ ഹൃദയത്തിൽ വന്നപ്പോൾ, ഞാൻ ഇന്ന് നേരിടുന്ന പ്രതിസന്ധിയും പ്രശ്നങ്ങളും എന്തൊക്കെയാണെങ്കിലും അതിനുമേലും കർത്താവിൻ്റെ പൂർണ്ണ നിയന്ത്രണമുണ്ട്. എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊക്കെ ദൈവം അറിഞ്ഞിട്ടാണ്, ദൈവം അനുവദിച്ചിട്ടാണ്, ദൈവം നടത്തിയതാണെന്നുള്ള ഒരു ഉറപ്പ് എൻ്റെ ഹൃദയത്തിൽ ഞാൻ പ്രാപിക്കുകയായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, എപ്പോഴും ഞാൻ ദൈവദാസന്മാരുടെ വചനം കേട്ടാണ് ബലപ്പെടുന്നത്. ഈ പ്രാവശ്യവും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഒരു വചനത്തിലൂടെ എന്നോട് സംസാരിക്കണമേ. അങ്ങനെ സംസാരിച്ച ഒരു വചനമാണ് പ്രേക്ഷകരുമായിട്ട് ഒന്ന് പങ്കുവെക്കുന്നത്. ബാബു ചെറിയാൻ പാസ്റ്ററുടെ ഒരു മെസ്സേജാണ്. ആ മെസ്സേജിൻ്റെ അകത്ത് നമ്മൾ പലപ്പോഴും മാനസികമായി ക്ഷീണിച്ചുപോയി സംശയിക്കുന്നതിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ചിലപ്പോഴൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കത്തില്ലേ, കർത്താവേ, ഞാൻ ചെയ്തത് ശരിയാണോ? എൻ്റെ തീരുമാനങ്ങൾ ശരിയായിരുന്നുവോ? എൻ്റെ വിളി ഇത് തന്നെയായിരുന്നുവോ? ശരിക്കും കർത്താവേ, നീ എന്നെ ഉപയോഗിക്കുവാൻ ഇന്നും തയ്യാറാണോ? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ഹൃദയത്തിലെ ചില വേദനിക്കുന്ന അനുഭവങ്ങളിലൂടെ പോകുമ്പോൾ നാം നമ്മോട് തന്നെ ചോദിക്കാറില്ലേ? അങ്ങനെയുള്ള ചോദ്യങ്ങൾ മനസ്സിലുള്ളവരോട്, സംശയിക്കുന്നവരോട്, കൺഫ്യൂഷനിലായിരിക്കുന്നവരോട് ഒക്കെ പറയുന്ന ബാബു ചെറിയാൻ പാസ്റ്ററുടെ ഒരു സന്ദേശത്തിൻ്റെ ചില ഭാഗങ്ങൾ അതെന്നെ ശക്തീകരിച്ചു, എന്നെ തൊട്ടു, എൻ്റെ ഹൃദയത്തിനകത്തൊരു ബോധ്യം നൽകി. യേശു കർത്താവിന് പോലും വിശന്നപ്പോൾ സാത്താൻ വന്നിട്ട് ചോദിക്കുന്ന ചോദ്യം, നീ ദൈവപുത്രനെങ്കിൽ, ഒരു സംശയം ഇട്ടു കൊടുക്കുകയല്ലേ? നമ്മുടെ ഉള്ളിലും ഇങ്ങനെയുള്ള സംശയങ്ങൾ ചിലപ്പോൾ പിശാച് ഇടും. നമ്മുടെ വിളിയെക്കുറിച്ച്, നമ്മുടെ തിരഞ്ഞെടുപ്പിനെക്കുറിച്ച്, നമ്മളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതികളെക്കുറിച്ചൊക്കെ സാത്താൻ സംശയമിടും. അത് കേട്ട് ഒരു വേള നമ്മളൊന്ന് ക്ഷീണിച്ചു പോയെന്നൊക്കെ ഇരിക്കും. യോഹന്നാൻ സ്നാപകന്റെയും അനുഭവം അതാണ്. യോഹന്നാൻ സ്നാപകൻ കാരാഗൃഹത്തിലായപ്പോൾ പലവട്ടം യേശു ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവൻ മശീയാണെന്ന് പറഞ്ഞ് യോഹന്നാൻ്റെ പോലും സംശയം ഉള്ളിലുണ്ടാകുകയാണ്. അപ്പോൾ മാനുഷികമായിട്ട് മനുഷ്യരെന്ന നിലയിൽ സംശയങ്ങളൊക്കെ മനസ്സിൻ്റെ അകത്തുണ്ടാകാം. പക്ഷേ ആ സംശയങ്ങളെയൊക്കെ പുറത്താക്കി, ആ കൺഫ്യൂഷൻസിനെയൊക്കെ പുറത്താക്കി നമ്മെ ബലപ്പെടുത്തുന്ന ഒരു ദൈവിക സന്ദേശത്തിൻ്റെ ചില ഭാഗങ്ങൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു, എന്നെ ശക്തീകരിച്ചെങ്കിൽ, ബലപ്പെടുത്തിയെങ്കിൽ നിങ്ങളിൽ ചിലരെ ഈ സന്ദേശത്തിൻ്റെ ഈ ഭാഗങ്ങൾ ബലപ്പെടുത്തുവാൻ പോവുകയാണ്. കർത്താവ് സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം. ശ്രദ്ധിക്കൂ, യേശുവിനെ പരിശുദ്ധാത്മാവാണ് നടത്തിയത്.
പറഞ്ഞത്. പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുകയാണ് ഈ പകൽ മീറ്റിംഗിൽ നമ്മുടെ പ്രോജക്റ്റ്. പരിശുദ്ധാത്മാവിന്റെ നിറവിലേക്ക് വന്നാലേ നടത്തിപ്പിലേക്ക് വരികയുള്ളൂ. ഇത് പവർ മീറ്റിംഗ് ആണ്. ആത്മാവിൽ നിറയുന്നവർക്കാണ് ആത്മ നടത്തിപ്പ്. ഓ ജീസസ്. വാക്യം 3. അപ്പൊ ഇവന്റെ പേരെന്താ? പരീക്ഷകൻ. അടുത്തു വന്നു. എന്താ അവന്റെ ഉദ്ദേശം എന്ന് മനസ്സിലായോ? ഞാൻ ഒരു വാക്ക് പറയാം, കൺഫ്യൂഷൻ. വേറൊന്നുമില്ല. അവന്റെ കയ്യിലെ പഴയ സാധനം അത്. കൺഫ്യൂഷൻ. ദൈവം പറഞ്ഞതിനെ തെറ്റിദ്ധരിപ്പിക്കുക. അങ്ങനെ ഉണ്ടോ? ഇതൊക്കെ നേരാണോ? ദൈവം വിളിച്ചതാണോ എന്നെ? ഞാനിവിടെ വന്നതാണോ ദൈവം എന്നെ കൊണ്ടുവന്നതാണോ? ആർക്കറിയാം. വില്യം കേറി പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, ഞാൻ ദൈവം വിളിച്ചിട്ട് വന്നതാണോ? സങ്കടം നിമിത്തം, കഷ്ടത നിമിത്തം, പ്രതികൂല നിമിത്തം ഒറ്റയ്ക്കിറങ്ങി മുറ്റത്ത് പോയി രാത്രിയിലിരുന്ന് ചോദിച്ചിട്ടുണ്ട്, ഞാനൊരു സ്വപ്നം കണ്ടു വന്നതാണോ അതോ ദൈവം വിളിച്ചിട്ട് വന്നതാണോ? നിങ്ങളിലൊരു മാറ്റം നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ട്രാൻസ്ഫോർമേഷൻ നടന്നുകൊണ്ടിരിക്കുക. ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് നീ പതുക്കെ കയറിക്കൊണ്ടിരിക്കുക. സ്തോത്രം, സ്തോത്രം. സ്കൂട്ടറിൽ നിന്ന് കാറിലേക്ക് കയറുന്ന വ്യത്യാസം അറിയാൻ മേലേ? അതിൽ നിന്ന് ട്രെയിനിലോട്ട് കയറിയാലോ, അതിൻ്റെ AC കമ്പാർട്ട്മെന്റിലോട്ട് കയറിയാലോ ചേഞ്ച് ഭയങ്കരമാണ്. അവിടെ നിന്ന് നേരെ എമിറേറ്റ്സിലോട്ട് കയറിയാലോ ദൈവം നിങ്ങളുടെ ലൈഫിനെ ഇന്ന് ട്രാൻസ്ഫോം ചെയ്യുക. നിങ്ങളുടെ റൂട്ടിനെ ദൈവം അസാധാരണമായിട്ട് ട്രാൻസ്ഫോം ചെയ്യുക. അസാധാരണമായിട്ട് നിങ്ങളുടെ ദർശനത്തെ ദൈവം മാറ്റുക. ഓ ഹല്ലേലൂയ! ഒതുങ്ങിപ്പോകരുതേ, ഒതുങ്ങിപ്പോകരുത്. ഇത് ഇത്രയും ചെയ്യാനല്ല നിന്നെ വിളിച്ചത്. ഇതിനേക്കാളെല്ലാം വലിയ വലിയ സാധനം നിന്റെ അകത്തുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നെ പഠിപ്പിച്ച എൻ്റെ പാസ്റ്റർ കൂടെ കൂടെ പറയുന്ന ഒരു ഡയലോഗുണ്ട്. ഈ തെങ്ങിൻ്റെ ഓലമടൽ എന്നുള്ള പ്രയോഗം പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവുമോ? തെങ്ങിൻ തോട്ടത്തിലെ ഓലമടൽ വലിച്ചുകൊണ്ട് വരുവാൻ ആനയെ വിളിക്കരുത്. വേണോ? വിളിക്കേണ്ട കാര്യമുണ്ടോ? ആനയെ വിളിക്കുകയാണെങ്കിൽ ഒരു 20 ടൺ തടിയെങ്കിലും വേണം. ദൈവം നിന്റെ അഭിഷേകം പകർന്നതേ ഇതിനല്ല കേട്ടോ. ഇതിലും വലുത്, ഇതിലും വലുത്, ഇതിലും വലുത്. ഇങ്ങനെ പ്രസംഗിച്ചങ്ങ് പോയാൽ മതിയോ? ഒരു സ്റ്റെപ്പ് ഒന്ന് മാറണ്ടേ ഇരിക്കുന്നിടത്തുനിന്ന്? വാക്യം 3, 4:3. മത്തായി 4:3. ഇതുപോലെ പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് പറഞ്ഞു, നീ ദൈവപുത്രനെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ. വെല്ലുവിളി അവസാനിക്കുന്നില്ല, വെല്ലുവിളി അവസാനിക്കുന്നില്ല. ഇന്ന് നിനക്ക് വിശപ്പ് സഹിക്കാൻ മേല, നാളെ നിനക്ക് വേദന സഹിക്കാൻ മേല, അത് വരും. പക്ഷെ വിട്ടുകൊടുക്കരുത്, വിട്ടുകൊടുക്കരുത്, വിട്ടുകൊടുക്കരുത്. പിശാചേ, നിന്റെ മുമ്പിൽ ഇത് തെളിയിക്കേണ്ട കാര്യം എനിക്കില്ല. ഞാനാരാന്ന് എനിക്കറിയാം. I know whom I am. എനിക്കറിയാം ഞാൻ ആരാന്ന്. ഞാൻ ആരെയാ വിശ്വസിച്ചിരിക്കുന്നത് എനിക്കറിയാം. എന്റെ കൈക്ക് പിടിച്ചിരിക്കുന്നത് ആരാന്ന് എനിക്കറിയാം. ഞാൻ എവിടെയാ നിൽക്കുന്നത് എനിക്കറിയാം. ഞാൻ യുഗങ്ങളുടെ പാറയായ ക്രിസ്തുവിലാണ്. സുനാമി വന്നാലും ഇടിഞ്ഞു വീഴാത്ത പാറയിലാണ് ഞാൻ നിൽക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ ഇടപെടലുകളെ വേണ്ടതുപോലെ ഏറ്റെടുക്കണം. അതിനോട് നന്നായിട്ട് പ്രതികരിക്കണം. എന്താ സാത്താന്റെ പ്രോജക്റ്റ് എന്നറിയാവോ? കൺഫ്യൂഷൻ.
എല്ലാവരും ഒന്നുറക്കെ പറഞ്ഞ കൺഫ്യൂഷൻ. ആത്മീയ ജീവിതത്തിൽ കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടോ? ഈ കല്യാണം തന്നെ ആയിരുന്നോ എനിക്ക് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിച്ചിട്ടുണ്ട്, പക്ഷെ പറയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ജോലി സംബന്ധിച്ച് പിന്നെ കൺഫ്യൂഷൻ എന്നും ഉണ്ടല്ലോ. ഹല്ലേലൂയ. ഇപ്പൊ എന്താ പിശാച് ചോദിച്ചതെന്നൊന്ന് ശ്രദ്ധിച്ചേ. നീ ദൈവപുത്രൻ എങ്കിൽ. അപ്പൊ എന്താ കൺഫ്യൂഷൻ? യേശു ചിന്തിക്കണം, ഞാൻ ഇനിയിപ്പോ ദൈവപുത്രൻ അല്ലായിരിക്കുമോ? ഇതേ ഉള്ളു വിഷയം. അല്ല കല്ലും അല്ല അപ്പോ അല്ല ഇവിടുത്തെ വിഷയം. മെന്റൽ അറ്റാക്കാണ്. യേശു ഈ കൊച്ചു പിള്ളേരെ പോലെ ഒരു കൊച്ചായിട്ടല്ലേ ജനിച്ചത്, അല്ലേ? അന്ന് കളിച്ച് കാണുകയല്ലേ, വീണ് കാണുകയല്ലേ, ചിരിച്ചു കാണുകയല്ലേ? ആ മനുഷ്യനല്ലേ. അപ്പൊ പ്രയാസം വരുമ്പം തെറ്റിദ്ധരിച്ചു പോവുകയല്ലേ? യോഹന്നാൻ സ്നാപകനെ ഒരു മിനിറ്റ് ഒന്നോർത്തേ. യോഹന്നാൻ സ്നാപകനെ ഒരു മിനിറ്റ് ഒന്നോർത്തേ. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ലെന്ന് ആര് പറഞ്ഞു? യേശു പറഞ്ഞു. അപ്പൊ മനസ്സിലായല്ലോ ആളൊരു അസാധാരണ സംഭവമാണ്. പക്ഷെ പുള്ളി ജയിലിൽ പോയപ്പം കൺഫ്യൂഷൻ വന്നില്ലേ? വന്നോ? വന്നു. എന്നിട്ട് ഒരാളെ കത്തും കൊടുത്തു വിട്ടു. നീ തന്നെയാണോ മശിഹ എന്നല്ലേ അതിൻ്റെ അർത്ഥം. മനസ്സിലാകുന്ന ഭാഷ പറയുക. അപ്പൊ ഇവനാണ് മശിഹ എന്ന് 1000 വട്ടം പറഞ്ഞ ആളാ. ഓ, എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല, അവൻ വളരണം, ഞാൻ കുറയണമെന്ന് പറഞ്ഞ ആള് സഹിക്കാൻ മേലാത്ത മനപ്രയാസം വന്നപ്പം ചോദിക്കുക, ശരിക്കും നീ തന്നെയാണോ മശിഹ? എന്താ ഇങ്ങനെയൊക്കെ പറയിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ്? ആരോ കൺഫ്യൂഷനിലൂടെ പോകുന്നുണ്ടല്ലോ. ഇന്ന് അതിനെ പൊട്ടിക്കുക കർത്താവ്. വചനം അയച്ചു വിടുവിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? വചനം അയച്ചു വിടുവിക്കുന്നത് ഇങ്ങനെയാ. ഈ വചനം അകത്തോട്ട് വരുമ്പോൾ ആ കൺഫ്യൂഷന്റെ കെട്ട് 1, 2, 3 ബ്രേക്ക് ഇൻ ദി നെയിം ഓഫ് ജീസസ്. ബ്രേക്ക്. ഈ രാജ്യത്തെ പൂർവിക ക്രിസ്ത്യാനികളായ ബഹുഭൂരിപക്ഷം പേരുടെ മനസ്സിൽ കൺഫ്യൂഷനാണ്. ഇത് ദൈവവചനാണോ, യേശു ദൈവമാണോ? ഈ ചെറിയ കൂട്ടം ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് പകലിൽ ചിലതിനെ നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് വിശ്വാസാൽ പൊട്ടിക്കുകയാണ്. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്ന സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. നിങ്ങൾ ഭൂമിയിൽ അയക്കുന്ന സ്വർഗത്തിൽ അയക്കപ്പെട്ടിരിക്കും. ഇംഗ്ലണ്ടിന്റെ മേൽ വേദനിക്കുന്ന കൺഫ്യൂഷന്റെ ആത്മാവിനെ ഞങ്ങൾ മാറ്റുന്നു. സംശയിക്കുന്ന ഹൃദയവും അവിശ്വാസവും ഒരുപോലെയാണ്. സംശയം മാറണം. ഇത് മാറും, ഇന്ന് മാറും, ഇന്നത് മാറുക. നിന്റെ വിളിയെ കുറിച്ച് സംശയിക്കരുത്. നിന്റെ വിളി 100% പെർഫെക്റ്റ് ആണ്. നിന്റെ മേൽ വീണ തൈലം ഡ്യൂപ്ലിക്കേറ്റ് അല്ല. നീ ദൈവപുത്രനാണോ? യേശുവിൻ്റെ മറുപടിക്കാത്തതെല്ലാം ഉണ്ട്. മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല, വായിൽ കൂടെ വരുന്നതാ, പേനയിൽ കൂടെ വരുന്നതല്ല. ശ്രദ്ധിക്കുന്നുണ്ടോ? നമ്മളിതെല്ലാം വായിച്ചിട്ടുള്ളതാ. പക്ഷെ എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? സാത്താനെ ദൈവത്തിൻ്റെ വായിൽ കൂടെ വരുന്ന വചനം 2 മണിക്കൂർ മുമ്പ് ഞാൻ കേട്ടതാണ്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് ഡൗട്ടില്ല, നിനക്കാ ഡൗട്ട്. ഞാൻ ദൈവപുത്രനാണെന്നുള്ളതിന് എനിക്ക് ഡൗട്ടില്ല. ഞാൻ ഇന്നും ദൈവശബ്ദം കേട്ടതാ. ഇന്ന് എൻ്റെ കൈക്ക് പിടിച്ചിരിക്കുന്നത് ഞാൻ അറിഞ്ഞതാ. ഇന്ന് എന്നെ ഒരുത്തൻ നടത്തുന്നത് ഞാൻ കണ്ടതാ. പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരു കൂട്ടത്തെ ദൈവം കാണുന്നു.
ദൈവത്തിൻ്റെ സ്വപ്നത്തിലേക്ക് വളരുന്ന ഒരു തലമുറയെ ദൈവം ഇതിനകത്ത് കാണുന്നു. ദൈവത്തിന് നിന്റെ ഈ ഷേപ്പ് ഇഷ്ടമാ, നിന്റെ ഈ സ്വഭാവം ഇഷ്ടമാ. മാറ്റിയെടുത്തോളാം. ദൈവത്തിന് ഇതാ ഇഷ്ടം. ഷേപ്പ് ചെയ്യാനാവും വന്നത്. ഹല്ലേലൂയ. അവന്റെ ഇഷ്ടത്തിന് അവന് ഷേപ്പ് ചെയ്യാലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ ഏദനിൽ വാഴ്ച നഷ്ടപ്പെടുത്തിയ സാത്താൻ ഇവിടെ ഇതാ യേശുവിൻ്റെയും വാഴ്ച തട്ടിപ്പറിക്കാനാ വരുന്നത്. കാണിക്കട്ടെ. അപ്പൊ അല്ല അപ്പമാക്കുക എന്നൊക്കെ പറഞ്ഞാൽ തോന്നുന്നു നമ്മുടെ വിശപ്പ് മാറ്റാനാണ് ഇവൻ്റെ താല്പര്യമെന്ന്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? കർത്താവ് ഇങ്ങനെ ക്ഷീണിച്ചിരിക്കല്ലേ എന്ന് ഓർത്തിട്ട് വിശപ്പ് മാറ്റാനുള്ള കാര്യമാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. അതൊന്നും അല്ല, വേറൊന്ന് പറയാൻ വേണ്ടിയാ വരുന്നേ. ഇതൊരു തുടക്ക. വിശപ്പൊക്കെ മാറിയിട്ട് പറയാലോ. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോ 9-ാം വാക്യം ഒന്ന് വായിച്ചേ. അപ്പോ വാഴ്ച അപഹരിക്കുക. യേശു സാത്താനെ നമസ്കരിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക? ദൈവത്തിൻ്റെ 2-ാം പ്രോജക്റ്റ് പാളി. സ്തോത്രം. 1-ാമത്തെ പ്രോജക്റ്റ് ആദമിനാൽ ലോകത്തെ വാഴുക എന്നുള്ളതായിരുന്നു. ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുള്ള ഒരു തലമുറയെ കൊണ്ട് ഭൂമിയെ നിറയ്ക്കുക എന്നുള്ളതായിരുന്നു പ്ലാന്. അത് പാളിയതൊന്നുമല്ല, ദൈവത്തിന് ഇതെല്ലാം അറിയാമായിരുന്നു. പിശാചിന് ഇത്രയൊന്നും ജ്ഞാനമില്ല. ജ്ഞാനമുണ്ടെങ്കിൽ സർവ്വജ്ഞാനം ഇല്ല. അതുകൊണ്ട് യേശുവിൽ ഇതൊന്ന് ഇംപ്ലിമെൻ്റ് ചെയ്ത് നോക്കാൻ വന്നതാണ്. പക്ഷെ പൊട്ടിപ്പോയി. യേശു മുഖത്ത് നോക്കി പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവുള്ളൂ. ഈ ഒരൊറ്റ ഡോസ് അങ്ങ് ചെന്നപ്പോൾ അവൻ പോയി. ഇന്ന് പകലിൽ സാത്താൻ ചില വ്യക്തികളെ വിട്ടൊന്ന് മാറാൻ പോവുക. നിനക്കെതിരെയുള്ള പോരിനോട് ഇന്ന് വിട പറയാൻ പോവുക. അവൻ ഇന്ന് തോൽവി അടയുകയാണ്. അവൻ ഇന്ന് ആയുധം വെച്ച് കീഴടങ്ങുകയാണ്. ഈ കേട്ടയത്തിന് വചനങ്ങളൊന്നും ധ്യാനിച്ചേ, കണ്ണടച്ചൊന്ന് പ്രാർത്ഥിച്ചേ.